നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റ്, പ്രീമിയം ക്ലാസ് ടൈലുകൾ, ഗ്രാനൈറ്റുകൾ, സാനിറ്ററി വയർ, ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ്. ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ. അമ്പലപ്പടി, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കാണണമെന്ന് PK ബഷീർ MLA. രാജ്യത്ത് മതേതരത്വം പുലരണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തല പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് ഈ പിണറായി സർക്കാർ അതിനെതിരായിട്ടൊരു ജനവിധിയായിട്ട് കാണണം. വരാൻ പോകുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലായിട്ട് തെരഞ്ഞെടുപ്പിനെ കാണണം. എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ഒരു വീട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരു ഗ്രാമസഭ കൂടിയിട്ട് അർഹതപ്പെട്ട ഒരാളെ തെരഞ്ഞെടുത്താൽ വീടുകൾക്ക് ലഭിക്കുന്നുണ്ടോ? മുൻകാലങ്ങളൊക്കെ നമ്മളൊക്കെ പഞ്ചായത്ത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി, മുനീർ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ പാവപ്പെട്ടവർക്ക് വീടിട്ടുണ്ടോ? ഒരു വാർഡിൽ ഒരു 5 കൊല്ലം കൊണ്ട് 20-25 വീട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പൊ ആർക്കെങ്കിലും 1-2 ആൾക്കല്ലാതെ വീട് കിട്ടുന്നുണ്ടോ? 4 ലക്ഷം രൂപ കൊടുക്കാതെ അതിന്റെ ഗഡു കിട്ടുന്നുണ്ടോ? ലൈഫ് എന്ന പറയുന്ന ഭവന പദ്ധതിയിൽ അപേക്ഷ പിടിച്ച് 2 കൊല്ലം ആ ലിസ്റ്റ് ഫൈൽ ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെന്റ് അവസാനം പണമില്ലാത്തത്, അവസാനം ഒരു ഗഡു തന്നിട്ട് 2ാം ഗഡുമില്ല 3ാം ഗഡുമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച്. സാധാരണക്കാരായ ആളുകൾ ഈ പിണറായിന്റെ ഗവൺമെന്റ് ആലോചിച്ച് കുട്ടികളെ ഹോസ്റ്റലിൽ പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ SFIക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും പ്രദേശത്ത് നമ്മുടെ മക്കൾക്ക് സമാധാനത്തിൽ കൂടി പഠിക്കാൻ കഴിയുമോ? സിദ്ധാർത്ഥ എന്ന് പറയുന്ന പൂക്കോട്ട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ കാര്യങ്ങളൊക്കെ സഫൂർ ഇവിടെ സൂചിപ്പിക്കും. ഞാൻ ആ കാര്യങ്ങളെക്കൊണ്ടുള്ള അതിദാരുണമായിട്ടാണ് ആ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത്. അപ്പം നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് ജനക്ഷേമകരമായ കാര്യങ്ങൾ നടക്കണം. കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന ജനക്ഷേമകരമായ കാര്യങ്ങളൊന്നും ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് മനസ്സിലാക്കണം. അതേപോലെ നമ്മൾ കേരള സദസ്സ് നടത്തിയില്ലല്ലോ, എല്ലാവരോടും വരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായ ഉമ്മൻചാണ്ടി, നിങ്ങൾക്ക് നേരിട്ട് പോയാൽ മതിയായിരുന്നു. അതേ ജനസമ്പർക്ക പരിപാടിയിൽ ജനങ്ങളുടെ പരാതി കേട്ട് അപ്പോൾ തീരുമാനമെടുത്തിരുന്നു. അതിന് MLA ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് വേണ്ടില്ലായിരുന്നു. അദ്ദേഹം വന്നു, ഉദ്യോഗസ്ഥന്മാരിരുത്തി, എല്ലാവരും കൊണ്ടുപോയി ഇരുത്തി. അദ്ദേഹം 45 മിനിറ്റ് പ്രസംഗിച്ചു. മുഖ്യമന്ത്രി പരാതി സ്വീകരിച്ചോ അല്ലെങ്കിൽ മന്ത്രിമാർ സ്വീകരിച്ചോ? ഇല്ല. അവിടെയാണ് വ്യത്യാസം മനസ്സിലാക്കണം. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.